നമസ്കാരം. നമ്മളുടെ ചെമ്പുകോഴി വീണ്ടും ആഞ്ഞടിച്ചിട്ടുണ്ട്. അയാൾ BJP-ക്കാർക്കൊരു ബാധ്യതയായിട്ട് വരികയാണ്. ഒന്നാമത് BJP-ക്കാർക്ക് ആർക്കും അയാളെ ഇഷ്ടമല്ല. കാരണം അവർക്ക് മേലെ പറന്നു പോയിട്ടൊക്കെയാണ് അയാൾ കാര്യങ്ങൾ നടത്തുന്നത്. എനിക്ക് 2 നേതാക്കന്മാരേ ഉള്ളൂ. അമിത്ഷായും നരേന്ദ്രമോദിയും അയാൾ പരസ്യമായിട്ട് പറഞ്ഞതാണ്. മാസത്തിൽ 2 തവണ വെച്ച് എങ്കിലും 2 തവണ വെച്ചെങ്കിലും അയാളുടെ വഴുവഴുപ്പൻ പരിപാടി നടത്തുന്നുണ്ട്. തൃശ്ശൂകാരുടെ ഇപ്പോൾ സ്ലോഗൻ എന്താണെന്ന് അറിയാമോ? ഇതുപോലൊരു നാറ്റക്കേസിനെ കേരള മക്കൾ കണ്ടിട്ടില്ല, ഇതുപോലൊരു വഴുവഴുപ്പനെ തൃശ്ശൂർ മക്കൾ കണ്ടിട്ടില്ല. അനുഭവിക്കേ, വോട്ട് കൊടുത്ത് കയറ്റിയതല്ലേ. നമസ്കാരം. ഇവിടെ നാട്ടിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ അതിൻ്റെ ഉദ്ഘാടനത്തിന് നമ്മൾ കൊച്ചു പ്രോഗ്രാം ആണെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിക്കും. കുറച്ചും കൂടി ഗ്രേഡ് കൂടിയതാണെങ്കിൽ നമ്മൾ മുനിസിപ്പൽ ചെയർമാനെയോ അല്ലെങ്കിൽ മേയറേക്കും വിളിക്കും. അതിക്കപ്പുറം പോയ MLA, ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ കാര്യങ്ങൾ. ഇപ്പോൾ നമ്മളുടെ ചെമ്പുകോഴി തൃശ്ശൂർക്കാരുടെ തലയിൽ കെട്ടിവെച്ച്, ആ ഈശ്വരനാണോ കെട്ടിവെച്ചതെന്ന് അറിയില്ല, അതോ അവരവർ തന്നെ കെട്ടിവെച്ചാണോ എന്നറിയില്ല. അയാൾ പറഞ്ഞിരിക്കുകയാണ്, ഉദ്ഘാടനത്തിന് എന്നെ ഒന്ന് വിളിക്കണ്ട, അങ്ങനെ വിളിക്കുകയാണെങ്കിൽ പണം തരണമെന്ന് പച്ചയ്ക്ക് പറഞ്ഞിരിക്കുകയാണ്. തൃശ്ശൂർക്കാർക്ക് അത് കിട്ടണം, തൃശ്ശൂർക്കാർക്ക് അത് കിട്ടണം. ഉദ്ഘാടനത്തിന് വിളിക്കാൻ ചെല്ലുന്നത് എവിടേക്കാ ഉദ്ഘാടനത്തിന് വിളിക്കാൻ ചെല്ലുക? തേറമ്പൽ രാമകൃഷ്ണൻ ഉണ്ടായിരുന്നു അവിടെ. അദ്ദേഹം എവിടെ വിവാഹമുണ്ടെങ്കിലും, ഒരു മരണച്ചടങ്ങാണെങ്കിലും അല്ലെങ്കിൽ ഒരു അപകടമാണെങ്കിലും അദ്ദേഹം വിളിച്ചവിടെ പോകാറുണ്ട്. തേറമ്പൽ രാമകൃഷ്ണൻ എത്ര രൂപ വാങ്ങിച്ചിരുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. മരണ വീട്ടിൽ പോകാൻ 1000 രൂപ, കല്യാണ വീട്ടിൽ പോകാൻ 2000 രൂപ. എന്താണ് ഫീസ്? തേറമ്പൽ രാമകൃഷ്ണൻ്റെ ഫീസ് എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ അറിഞ്ഞോടത്തോളം അങ്ങനെ ഫീസ് വാങ്ങിച്ചിട്ടില്ല. ഞങ്ങളൊരിക്കൽ പിള്ളേരൊക്കെയും സെറ്റൊക്കെ കൂടിയിട്ട് ബാറ്റ് വാങ്ങിക്കണം, ബാറ്റ്, ക്രിക്കറ്റ് ബോള്, സ്റ്റമ്പ് ഇതൊക്കെയും വാങ്ങിക്കണം, കാലും കെട്ടിക്കുന്ന പാഡും വാങ്ങിക്കണം. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് 5000 രൂപയുടെ അടുത്ത് വരും നല്ലത് വാങ്ങിക്കാൻ. അങ്ങനെയുള്ള പിരിവിനെ ഇറക്കിയിരിക്കുകയാണ്. അതിന് ഞങ്ങളൊരു 10-12 കുട്ടികളുണ്ട്. ഇപ്പോൾ പോകുന്ന സമയത്ത് തേറമ്പൽ രാമകൃഷ്ണൻ അദ്ദേഹം കോടതിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോവുക. അങ്ങനത്തെ അഡ്വക്കേറ്റാണ്. പോകുന്ന സമയത്ത് എവിടേക്കാ എല്ലാവരും കൂടിയിട്ട് എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ സാർ, ഞങ്ങൾ ഈ ക്രിക്കറ്റിൻ്റെ ബാറ്റ് വാങ്ങിയുള്ള പിരിവിന് ഇറങ്ങിയതാണ്. അപ്പം ഞാൻ പിരിവൊന്നും തരണ്ടേ ഞാൻ ചോദിച്ചതാണത്. അദ്ദേഹം വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു. വീട്ടിൽ ചെന്ന് അദ്ദേഹം ഞങ്ങൾക്ക് 1000 രൂപ എടുത്ത് തന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഇനി കുറയ്ക്കും കിട്ടി, ഞങ്ങൾക്ക് 13,000 കിട്ടി, 1000 രൂപ എടുത്ത് തന്നു. ഞാൻ സ്പോർട്സ് ലാൻഡ് വിളിച്ചു പറയാം, ലാഭമില്ലാതെ, ലാഭം എടുക്കാതെ അവർ തരും കേട്ടോ, പോയി വാങ്ങിച്ചോളാൻ പറഞ്ഞു. അദ്ദേഹം അവിടെ ഏതൊരു ചടങ്ങിൽ ഓടിച്ചെല്ലാറുണ്ട്. തൃശ്ശൂർ തന്നെയാണ് താമസം. അച്യുതമേനോൻ തൃശ്ശൂരായിരുന്നു താമസം. വി രാഘവൻ തൃശ്ശൂരായിരുന്നു താമസം. ഇവരാരും പ്രോഗ്രാമിന് പോകാൻ പൈസ വാങ്ങിച്ചവരല്ല കേട്ടോ. TP സീതാരാമൻ, അദ്ദേഹത്തിന് വലിയൊരു കുന്ന് തന്നെ ഉണ്ടായിരുന്നു സ്വന്തമായിട്ട്. മതിക്കുന്നെന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ മതിക്കുന്ന് അമ്പലത്തിൻ്റെ പുറകിലുള്ള കുന്ന് അദ്ദേഹത്തിൻ്റെ സ്വന്തം കുന്നാണ്. അത് മുറിച്ച് വിറ്റിട്ടാണ് അദ്ദേഹത്തെ ഇലക്ഷൻ നിന്നിട്ടുള്ളത്. TP സീതാരാമൻ പഴയ കാലത്ത്. കരുണാകരൻ തൃശ്ശൂരിൽ ജയിച്ചിട്ടുണ്ട്. എന്തിനേറെ ഇവരെന്നല്ല ആരെങ്കിലും ഇങ്ങനെയുള്ള വളുവളുപ്പൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഉദ്ഘാടനത്തിന് വിളിക്കുമ്പോൾ പൈസ തരണമെന്ന്. ഇവനൊക്കെ ഇവനെ ചെവിടടിച്ച് പൊളിക്കണ്ട. ഇവനെ വോട്ട് ചോദിച്ച് തെണ്ടി വരുന്ന സമയത്ത് നാട്ടുകാർ വോട്ട് തരണ പൈസ വരണം നാട്ടുകാർ പറഞ്ഞിട്ടുണ്ടോ? ഇതെല്ലാം വോട്ടും വാങ്ങിച്ച് കുക്ഷി നിറച്ച് പോയതിന് ശേഷം പറയുന്നത് ഇനി എന്നെ കിട്ടൂല്ല എന്ന്. ഇവൻ ചെയ്യുന്നത് വഞ്ചനയല്ലേ, ചതിയല്ലേ ഇവൻ ചെയ്യുന്നത്?
ഇനി ഉദ്ഘാടനത്തിന് ഇനി വിളിക്കാൻ ചെന്നാൽ ഏത് കോത്തിന് പോയിട്ട് അവനെ വിളിക്കുക? ഇന്ന് ബാംഗ്ലൂരിൽ നാളെ ഹൈദരാബാദിലായിരിക്കും ഷൂട്ടിങ്. ഇപ്പോൾ പറയുന്നത് ഏത് സമയത്തും ഞാൻ തൃശ്ശൂർ തന്നെ ഉണ്ടാകും, ഞാൻ തൃശ്ശൂർ സിറ്റിസനാവാൻ പോവാണ്, ഏത് സമയത്തും എന്നെ വന്ന് വിളിക്കാം. ഇപ്പം എവിടെ വോട്ട് കിട്ടി MP ആയോടുകൂടിയിട്ട് അയാൾ സ്ഥലം വിട്ടു, തൃശ്ശൂരിൻ്റെ സ്ഥലം വിട്ടു. ഇനി തൃശ്ശൂർ വരണമെങ്കിൽ ഇയാളുടെ ഷൂട്ടിംഗ് സ്ഥലത്ത് ചെല്ലണം. ഷൂട്ടിംഗ് സ്ഥലത്തൊരു കാരവൻ കിടക്കേണ്ടതായിരിക്കും. ആ കാരവൻ്റെ ഉള്ളിലായിരിക്കും ഇയാളുടെ സംഘടികളൊക്കെ ഉണ്ടാവുക. ഭാര്യയും കൂടെ കൊണ്ടു നടക്കുന്ന ആളാണല്ലോ. അപ്പം ഉണ്ടാകുക അവിടെ ഷൂട്ടിംഗ് സ്ഥലത്ത് ഒരു മേശയും ഒരു കസേരയും കിടക്കുന്നുണ്ടാവും. അപ്പം നിങ്ങൾക്ക് പുത്തൂരുള്ള ആൾക്കാർക്കോ നാട്ടികയിലുള്ള ആൾക്കാർക്കോ ഗുരുവായൂരുള്ള ആൾക്കാരോ പൂങ്കുന്നത്തുള്ള ആൾക്കാരോ അതല്ലെങ്കിൽ അയ്യന്തോളുള്ള ആൾക്കാരോ പുതൂർക്കരയുള്ള ആൾക്കാരോ ആരെങ്കിലും അവരുടെ എന്തെങ്കിലും വില്ലേജ് ഓഫീസിലെ കാര്യത്തിനോ എന്തെങ്കിലും കാര്യത്തിനോ പാസ്പോർട്ടിൻ്റെ കാര്യത്തിനോ എന്തെങ്കിലും ഒരു കാര്യത്തിന് MP അടുത്ത് പോകേണ്ട കാര്യം വരുമല്ലോ. വരുമ്പോൾ എവിടെയാണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് കാറ് വിളിച്ച് അവിടെ പോയി, അല്ലെങ്കിൽ ബസ്സിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവിടെ പോയി, എന്നിട്ട് അവിടെ ഒരു സംഖ്യക്കുട്ടം ഇരിക്കുന്നുണ്ടാവും ആ കസേരയിൽ, അയാളുടെ അതിൽ എഴുതി കൊടുക്കുക. കഴിഞ്ഞു അതോടുകൂടി കിട്ടും. ഇവനെ കാണാൻ കിട്ടില്ല. ഇതൊന്നും എൻ്റെ തൊഴിലല്ലെന്ന് പറയും. നായനാർ പണ്ട് പറയാറുണ്ട്, ചില ആൾക്കാർ വന്നിട്ട് രാഷ്ട്രീയക്കാരോട് കേട്ടോ, സാധാരണക്കാരോടല്ല, രാഷ്ട്രീയക്കാരോടെന്ന് പറയും, സഖാവേദ അങ്ങനെ ഒരു പ്രശ്നമായി MLA കാര്യമാണ്, എണ്ണൻ്റെ കാര്യമൊന്നും അന്വേഷിക്കലല്ല എൻ്റെ തൊഴിൽ. ചിലപ്പോൾ അങ്ങനെ പറയാറുണ്ട്. പാർട്ടിക്കാർ അന്വേഷിക്കലല്ല എൻ്റെ തൊഴിലത്. പാർട്ടിക്കാരുടെ പറയുള്ളൂ, നാട്ടുകാരോട് പറയില്ല കേട്ടോ. അദ്ദേഹം മഹാനായിട്ടുള്ള വ്യക്തിയാണ്. പാർട്ടിക്കാരോട് തമാശ പറയണ പോലെ പാർട്ടിക്കാർ നന്നായിട്ട് ചീത്ത പറയും, അസ്ത്രമായിട്ട് ചീത്ത പറയും, കണ്ണ് പൊട്ട ചീത്ത പറയും, അങ്ങനെ കണ്ണ് പൊട്ടുന്ന വിധത്തിൽ ചീത്ത പറയും. അപ്പം അതുപോലെ MP സ്ഥാനം കിട്ടിയതോടുകൂടി ഇനി തൃശ്ശൂർക്കാരും ചെന്ന് നിങ്ങളുടെ കാര്യം നോക്കാനല്ല ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് എന്ന് പോലും പറയും. അന്ന് തൃശ്ശൂർക്കാർക്ക് മതിയാവും. അവിടേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. MP കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാമെന്ന് ആരും മോഹിക്കണ്ട. എനിക്ക് പണം വേണം. എങ്ങനെ പണം വേണം? മമ്മൂട്ടിയെ മോഹൻലാലിനെയും വിളിക്കുന്ന സമയത്ത് നിങ്ങൾ കൊടുക്കാറുണ്ടല്ലോ പൈസ, അതുപോലെ എനിക്കും പൈസ വേണം. ഞാൻ എനിക്ക് വേണ്ടിയിട്ടല്ല, അതിൽ 5% ഞാൻ തെണ്ടികൾക്ക് കൊടുക്കും. 5% തെണ്ടികൾക്ക് ഇട്ട് കൊടുക്കും ഞാൻ. ഇവന് എന്ത് അസുഖം ബാധിച്ച പയ്യനാണ് അവൻ. വായനാക്ക്, അതായത് എന്ത് തന്നെ പുറത്തു വന്നാലും നമ്മൾ കുറേ നേരം കിടന്ന് ഉറങ്ങിയിട്ട് ഇതിൽ കൂടെ ഞവള വരില്ലേ, അതാ ഓർമ്മ വരുന്നത്. കഴുകാത്ത കക്കുസയിൽ ഇങ്ങനെ കൊളന്നുണ്ടാവില്ല, അതുപോലത്തെ ഒരു വർത്താനല്ലേ, ഒരു വഴുവഴുപ്പൻ വർത്താനല്ലേ ഇയാൾ ഈ പറയുന്നത്. ഉദ്ഘാടനത്തിന് വരുമ്പോൾ പൈസ കൊടുക്കണം. ഉദ്ഘാടനത്തിന് വരുന്ന സമയത്ത് ഇപ്പോൾ ആരെങ്കിലും വിളിക്കുകയാണ്, സാറ് ഉദ്ഘാടനത്തിന് വരാം, നോക്കുക അതെ പൈസ ഉണ്ടാക്കി ഫണ്ട് ഉണ്ടാക്കി തന്നോളട്ടോ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യണം, അടുത്ത ഇലക്ഷൻ വിജയിക്കേണ്ടതാ, ഇതല്ല പറയുന്നത്. അയാൾ ചാർജാണ് പറയുന്നത്. ഇത്ര രൂപ എനിക്ക് തരണം, എന്നാലേ ഞാൻ വരൂ. അത് മറ്റുള്ളവർ കൊടുക്കുന്ന പോലെ തന്നെ വേണം. ഏതായാലും ആദ്യമായിട്ട് തന്നെ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതിന് മുമ്പ് ഒരു ആദരാഞ്ജലികൾ നേരട്ടെ. തൃശ്ശൂർക്കാരൻ്റെ സംസ്കാര വിശേഷത്തിൻ്റെ മുമ്പിൽ ഒരു ആദരാഞ്ജലി. അത് അവസാനിച്ചു. ഇനി സാംസ്കാരിക തലസ്ഥാനം എന്നൊക്കെ മണ്ണിൽ ഒരർത്ഥവുമില്ല. ഒരു ഇളിഭ്യന്മാരുടെ കൂടാരമായി മാറിക്കഴിഞ്ഞു. മറ്റേ തൃശ്ശൂർ പൂരം നടത്താൻ ആണുങ്ങളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഞാൻ വരുന്നുണ്ടെന്നാ പറഞ്ഞേ. ശക്തൻ തമ്പുരാൻ വിഭാവനം ചെയ്ത് വെച്ചിട്ടുള്ള തൃശ്ശൂർ പൂരം മാറ്റാൻ വേണ്ടിയിട്ട് തെക്കോട്ട് എഴുന്നള്ളിപ്പോൾ വടക്കോട്ട് എഴുന്നള്ളിപ്പാക്കി മാറ്റുമ്പോൾ ഇവൻ പാർമേക്കാവും തിരുവമ്പാടിക്കാർ വായിൽ വരലിട്ടിരിക്കുക തന്നെ. അങ്ങനെ ഇരുന്നില്ലെങ്കിൽ തൃശ്ശൂരിന് വീണ്ടും നമുക്ക് സാംസ്കാരിക തലസ്ഥാനം ആണുങ്ങളുള്ള സ്ഥലത്ത് വിളിക്കാം. അല്ലെങ്കിൽ പെണ്ണുങ്ങളും ആണുങ്ങളും അല്ലാത്ത 3-ാം തരം കഴിഞ്ഞ് 4-ാം തരക്കാർ മാത്രമുള്ള സ്ഥലത്ത് വിളിക്കേണ്ട ഗതികേട് വരും. ഞങ്ങളുടെ സ്വന്തം എം പി എന്ന് തൃശ്ശൂർ കൃസംഗികൾ, പള്ളിക്കാർ, പട്ടക്കാർ അവരുടെ ഒരു ആശയ അഭിലാഷങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ആ അഭിലാഷത്തിൻ്റെ മേലെ ഞാനൊരു റീത്ത് വെച്ചോട്ടെ കേട്ടോ, ഞാനൊരു റീത്ത് വെച്ചോട്ടെ. ഈശോ മറിയം യൗസേപ്പേ റെസ്റ്റ് ഇൻ പീസ് അവിടെ കടാ. ഉദ്ഘാടനങ്ങൾക്ക് വരില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ആൾക്കാർ പറഞ്ഞ അതിന് സുരേഷ് ഏട്ടൻ ഉദ്ഘാടനത്തിന് വരില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. വരുമ്പോൾ നടനായിട്ട് വരും. നടനാവാനൊന്നുമില്ല, എപ്പോഴും എല്ലാം അങ്ങനെ തന്നെയാണ്. നമ്മൾ ആൾക്കാർ ഓടിപ്പോകുന്ന സമയത്ത് ഞാൻ ഓടി വരുമ്പോൾ ആൾക്കാർ എന്താ സമയം ഉടനെ ആനമതിച്ചു വരുന്നുണ്ടോ, ഭയങ്കര അപകടം, എല്ലാം കുത്തിമറിച്ചിട്ടാണ് വരണിടൂ. ഇതല്ലേ നമ്മുടെ മലയാളം, ഇതല്ലേ തൃശ്ശൂർ ഭാഷ. ഇയാൾ പറയുന്നതിനല്ല, ഞാൻ ഒരു ആനയെ
ആരോ പറഞ്ഞ പോലെ ഇയാൾ ഏതോ സിനിമയിലെ ഒരു പ്രേതം ഇയാളുടെ ശരീരത്തിൽ കയറിയിരിക്കുകയാണ്. അഭിനയങ്ങൾ മാത്രമാണ്. എൻ്റെ ഹൃദയത്തിൽ എന്തെങ്കിലും പറഞ്ഞ അയാൾ അഭിനയിക്കുന്നുണ്ട്. കുറേ പെണ്ണുങ്ങൾക്ക് അത് ഇഷ്ടമാണ്, എന്തോ ആവട്ടെ. അപ്പോൾ ഏതായാലും ഉദ്ഘാടനത്തിന് വരുമ്പോൾ നടനായിട്ട് വരും. പൈസയ്ക്ക് വേണ്ടി പൈസ കിട്ടും, പൈസ വാങ്ങി പോക്കറ്റിലിട്ട് തിരിച്ചു പോകുമ്പോൾ MP. അപ്പം നിങ്ങൾ ജയ് വിളിക്കാം, അപ്പം നിങ്ങൾക്ക് മാലയിടാം, ജയ് വിളിക്കാം, സുരച്ചേട്ടാ എന്ന് നീട്ടി വിളിക്കാം. അപ്പോൾ വരുമ്പോൾ പറ്റില്ല, വരുമ്പോൾ സിനിമ മേലെ തൊടാൻ പാടില്ല. പോകുമ്പോൾ വേണ്ടി കെട്ടിപ്പിടിക്കാം. അതിനൊരു നിബന്ധനയുണ്ട് കേട്ടോ, പെണ്ണാകണം. ആണുങ്ങളെ കെട്ടിപ്പിടിച്ച ചരിത്രം ഉണ്ടായിട്ടില്ലല്ലോ. അതങ്ങനെ. തൃശ്ശൂർ തുളസൂറന്മാർ അവരൊന്നും ഓർക്കണം. വോട്ട് തെണ്ടി വരുന്ന സമയത്ത് ഫുൾ ടൈം രാഷ്ട്രീയക്കാരനായിരുന്നു ഇയാൾ. നിങ്ങളുടെ വീട്ടിലേക്ക് വോട്ട് തെണ്ടി വരുമ്പോൾ ഫുൾ ടൈം രാഷ്ട്രീയക്കാരനൊന്നും നടനായിരുന്നില്ലല്ലോ. അന്ന് നിങ്ങൾക്ക് തിരിച്ചു ചോദിക്കായിരുന്നില്ലേ, ഞാൻ വോട്ട് തരാം, എനിക്കൊരു 10,000 താ എന്ന് ചോദിക്കാമായിരുന്നില്ലേ നിങ്ങൾക്ക്? അത് നിങ്ങൾ ഓർത്തില്ല. ഇവൻ്റെ ചിരിയും കാര്യങ്ങളും കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചു, ഓ നല്ലവൻ നല്ലവൻ. ഇങ്ങനൊരു ചതി നിങ്ങൾ പ്രതീക്ഷിച്ചില്ല അല്ലയോ? ഏതായാലും വോട്ട് തണ്ടി വരുന്ന സമയത്ത് ഫുൾ ടൈം രാഷ്ട്രീയക്കാരനായിരുന്നു. ഞാൻ തൃശ്ശൂരിൽ തന്നെ താമസിക്കും, ആർക്കും എപ്പോഴും എന്നെ വന്ന് കാണാം, എല്ലാം വിശ്വസിച്ച് വോട്ട് അണ്ണാക്കിൽ തിരികെ കൊടുത്തു. തിരിച്ചപ്പോൾ ചെമ്പുകോഴി എന്താ പറയണേ? വോട്ട് കൊടുത്തു. ഇപ്പൊ പണം കൊടുക്കണം എന്നാ പറയണത്. ഉദ്ഘാടനത്തിന് പറഞ്ഞ് പണം കൊടുക്കണം. ആ പണത്തിന് വേറൊരു പേരും കൂടി ഉണ്ട് കേട്ടോ. തൃശ്ശൂകാര് ആ പണത്തിന് ഇങ്ങനെ കൂട്ടിച്ചേർത്ത് വായിച്ചോ. ഈ മേമ്പൊടിയായിട്ട് ഊന്നുകൂടി ചേർത്തോ. ചേർത്ത പണം. ഇതാണിപ്പോ ചെമ്പ് കോഴി നിങ്ങളോട് പറഞ്ഞത്. മനസ്സിലാവണ്ട? വിനായകൻ ചോദിച്ച പോലെ മനസ്സിലായോ സാറേ? ശരിയാവണ്ട അല്ലേ? അത് വിനായകന് മാത്രമേ കഴിയുള്ളൂ. ഏതായാലും ഇപ്പോൾ പറയുന്നത് ഉദ്ഘാടനത്തിന് വരുമ്പോൾ നടൻ, അല്ലാത്തപ്പോൾ വിടൻ. കൃത്യമായിട്ട് പറഞ്ഞാൽ അവനൊരു ഷഠൻ. അതാണ് സത്യവാസ്തവത്തിൽ. ഇവൻ തല്ല് വാങ്ങിക്കും, ഉറപ്പാണ്. തല്ല് നാട്ടുകാരെല്ലാം എടുക്കുക. BJPക്കാരുടെ കയ്യിൽ നിന്ന് തന്നെ തല്ല് വാങ്ങിക്കൂട്ടും. കേരളത്തിൽ ഏതെങ്കിലും ഒരു MP ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇന്നസെന്റ് MP ആയിരുന്നു. ഇന്നസെന്റ് ഒരുപാട് സ്ഥലത്ത് ഉദ്ഘാടനത്തിന് പോയിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് ഈ ലോകത്തിലില്ല, നമ്മളോട് വിട പറഞ്ഞു. അദ്ദേഹം പൈസ വാങ്ങിച്ചിട്ടുണ്ടോ? അദ്ദേഹം നടനായിരുന്നു. അപ്പോൾ ഞാൻ സിനിമയിൽ അഭിനയിക്കും, ആരുടെ ഇവിടെ ചോദിക്കാൻ? അങ്ങനെ ആ സിനിമ കാര്യങ്ങൾ ആ അമ്മയുടെ പ്രസിഡന്റുമായിട്ടിരുന്നു, അതോടൊപ്പം തന്നെ MP ആയിട്ടിരുന്നു. ആർക്കും ഒരു ശല്യമല്ല, ഒന്നുമില്ല. ഉദ്ഘാടനത്തിന് മുമ്പ് പൈസ വാങ്ങിച്ചായിട്ടുള്ള ചരിത്രവും ഇല്ല. അങ്ങനെ ഒരാളല്ല, അങ്ങനെ ആരും ചെയ്തിട്ടില്ലേ. ഏതായാലും ഇന്ത്യയിൽ നിരവധി സിനിമാ നടിമാർ MP മാരായിട്ടുണ്ട്. ഇവരാരും ഇങ്ങനെയുള്ള ഊശാമ്പിത്തരം, ഇങ്ങനെയുള്ള പണം വാങ്ങിച്ചിട്ടില്ല. ചേർത്ത പണം അത് വാങ്ങിച്ചിട്ടില്ല. അറിയോ? മേമ്പൊടിയായിട്ട് ചേർത്തിട്ടുള്ള പണം ഇവരാരും വാങ്ങിച്ചില്ല. അത് ഈ കണ്ട നായർ മാത്രമേ വാങ്ങിക്കാൻ പോകുന്നുള്ളൂ. ഇനി കാണാൻ പോയി കഴിഞ്ഞ മുമ്പ് പറഞ്ഞ പോലെ കാരവൻ്റെ അകത്തായിരിക്കും. പുറത്തുള്ള മേശയുടെയും കസേരയുടെയും അതിൻ്റെ മുമ്പിൽ കുറുവടി, അതിൻ്റെ അടുത്ത് പരാതി എഴുതി വെച്ച് പോകാം, അത്ര തന്നെ. അമിതാഭ് ബച്ചൻ, ഞാൻ ഓർമ്മിക്കുകയാണ്, രാജീവ് ഗാന്ധി മന്ത്രിസഭയിൽ, പലരും മറന്നിട്ടുണ്ട്, രാജീവ് ഗാന്ധി മന്ത്രിസഭയിലുണ്ടായിരുന്നു. അദ്ദേഹം വാർത്താവിതരണം മറ്റെന്തോ ടെലികമ്മ്യൂണിക്കേഷനോ മറ്റോ മന്ത്രിയായിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് നീതി പുലർത്താൻ കഴിയില്ല. പ്രിയപ്പെട്ട രാജീവ് ഗാന്ധി, അവർ സുഹൃത്തുക്കളാണ്. രാജീവ് ഗാന്ധിയുടെ വിവാഹം നടക്കുന്നത് അമിതാഭ് ബച്ചൻ്റെ വീട്ടിൽ വെച്ചാണ്. അമിതാഭ് ബച്ചൻ്റെ അമ്മയായിരുന്നു സോണിയാഗാന്ധി അവിടെ താമസിപ്പിച്ചതൊക്കെ. പക്ഷെ പറഞ്ഞു, എനിക്ക് മന്ത്രിയായിട്ട് തുടരാൻ പറ്റില്ല, ഞാൻ സിനിമയിലേക്ക് തിരിച്ചു പോകണം. ഇവിടെ നിന്ന് വിട്ട് അവിടേക്ക് പോയി. ഇവിടെയും അവിടെയും കൂടി 50-50 ആണും പെണ്ണും കെട്ട പരിപാടി അമിതാഭ് ബച്ചൻ കാണിച്ചില്ല, അറിയാമോ? രാജീവ് ഗാന്ധി മാത്രമല്ല, രാജീവ് ഗാന്ധി ഇതുപോലെ തന്നെ മന്ത്രിയാവുന്ന സമയത്ത് പ്രധാനമന്ത്രിയാകേണ്ട ഗതികേട് അദ്ദേഹത്തിന് വന്നത്. അമ്മ മരിച്ച സമയത്ത് എല്ലാവരും കൂടി, മറ്റൊരാളെ കാണാൻ പറ്റുന്നില്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരാൾ വേണം. രാജീവ് ഗാന്ധിയെ അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയാക്കി. ഉടനെ തന്നെ അദ്ദേഹം ക്ലാസ് പൈലറ്റാണ്, അത് രാജിവെച്ചു. പിന്നെ അങ്ങനെ പൈലറ്റായിട്ട് നിന്നിട്ടില്ല. 1977 MGR ചീഫ് മിനിസ്റ്ററായി, ആദ്യമായിട്ട് ചീഫ് മിനിസ്റ്ററായി. അതിനു മുമ്പ് 75 അദ്ദേഹം സിനിമ നിർത്തിവെച്ചു, അറിയാമോ? ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത് എന്തിനാ? സത്യജിത്തായി. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ, ലോകം കണ്ട ഏറ്റവും വലിയ സിനിമാ സംവിധായകന്മാരിൽ ഒരാളായിട്ടുള്ള സത്യജിത്തായി.
അദ്ദേഹത്തിനെ പ്രസിഡൻ്റ് ആക്കാനുള്ളൊരു പ്രപ്പോസൽ ഉണ്ടായിരുന്നു. ആ പ്രസിഡൻ്റ് ആകാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് ദൂതന്മാരോട് പറഞ്ഞത്, ഞാനിപ്പോഴേ പ്രസിഡൻ്റാണല്ലോ, സിനിമയിലത്തെ പ്രസിഡൻറ്റ്, 2 പ്രസിഡന്റ് സ്ഥാനം കൂടി എനിക്ക് പറ്റില്ല. മറ്റൊന്നുകൂടി പറഞ്ഞു, എന്നെ ഇങ്ങനെ നിങ്ങൾ മനസ്സിൽ കണ്ടല്ലോ, വലിയ സന്തോഷമുണ്ട്. അദ്ദേഹം നിന്നില്ല. അതിന് പറഞ്ഞ് ചാടി വീഴാൻ നിന്നില്ല. ഇന്ത്യൻ പ്രസിഡന്റ് അപ്പുറത്തെ സിനിമ, ഇന്ത്യൻ പ്രസിഡന്റ് അപ്പുറത്തെ സിനിമ. ആ നാറ്റക്കേസിന് അദ്ദേഹം നിന്നില്ല എന്ന് സാരം. നമ്മളെല്ലാവരും അറിയുന്നതാണ് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി, വോളഡിമിർ സെലൻസ്കി, വ്ളാദിമിർ എന്നാണെന്ന് തോന്നുന്നുണ്ട്, സെലൻസ്കി. അദ്ദേഹം നടനാ, ആ നാട്ടിലെ ഏറ്റവും ഫേമസ് നടനാ, ഹാസ്യ നടനാ. 2019 പ്രസിഡൻ്റായിരുന്നു. 2017 അദ്ദേഹം സിനിമ വിട്ടു. അതാണ് മര്യാദ. ചെറുപ്പക്കാരനാണ്, 40-47 വയസ്സേ ആയിട്ടുള്ളൂ. ന്യായീകരണങ്ങൾ സംഘികൾക്ക് ഒരുപാട് പറയാനുണ്ടായിരിക്കും. പക്ഷേ സത്യം ഒന്ന് മാത്രമാണ്, തൃശ്ശൂരിന് ഇങ്ങനെ ഒരു ഒലിപ്പൻ, ഒരു വളിപ്പൻ, ഒരു നാറ്റക്കേസ് MP ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ. ഇത് സാംസ്കാരിക തലസ്ഥാനത്ത് തൃശ്ശൂർക്കാർ തന്നെ തൊട്ടുവെച്ച് പുരീഷ തിലകമാണ്. പുരീഷ തിലകം എന്താ മനസ്സിലായ? പുരീഷ തിലകം തൃശ്ശൂരിൻ്റെ നെറ്റിയിൽ കാഷ്ടം കൊണ്ടൊരു പൊട്ട്, അതിനാണ് പുരീഷ തിലകം എന്ന് പറയുക. ആരാ ചെയ്തു വെച്ചേ? തൃശ്ശൂർക്കാർ തന്നെയാണ് ചെയ്തു വെച്ചേ. അവർ തന്നെ ആ കാഷ്ടത്തിൻ്റെ നാറ്റം അനുഭവിച്ചോട്ടെ, വേണ്ടത്ര അനുഭവിച്ചോട്ടെ. 5 കൊല്ലം നീണ്ടു നിൽക്കുന്ന തോന്നുന്നില്ല ഈ മറ്റേ ഇയാളുടെ 56 ഇഞ്ചിൻ്റെ ഭരണം. അത് നീണ്ടു നിൽക്കുന്നിടത്തോളം കാലം ഈ സാധനത്തിനെ സഹിക്കാൻ തൃശ്ശൂർകാർ ബാധ്യസ്ഥരാണ്. അവർക്ക് ചുമതലയുണ്ട്. കാരണം എന്താ? അവരെല്ലാം അണ്ണാക്കിൽ തിരികെ കൊടുത്തത് വോട്ട്. അനുഭവി രാജ അനുഭവി. അപ്പം തൃശ്ശൂർകാരുടെ സ്ലോഗൻ എന്താണ് ഇപ്പോൾ? ഇതുപോലൊരു നാറ്റക്കേസിനെ കേരള മക്കൾ കണ്ടിട്ടില്ല, ഇതുപോലൊരു വഴുപ്പനെ തൃശ്ശൂർ മക്കൾ കണ്ടിട്ടില്ല. ജനനേതാവാ, ഉദ്ഘാടനത്തിന് വിളിക്കുമ്പോൾ പൈസ ചിക് 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 എന്ന് പറഞ്ഞ് എണ്ണി കൊടുക്കണം. എണ്ണി കൊടുത്തോ